ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രതികരിക്കണോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആദ്യം ഒരു വല്ലാത്ത നോട്ടം നോക്കും, ഇതെന്താ ഈ സമയത്ത് ഈ കുട്ടി ഇവിടെ നിൽക്കുന്നത് എന്നൊരു നോട്ടം നോക്കും. അത് കഴിഞ്ഞ ശേഷം ഇവർ പയ്യെ നമ്മുടെ അടുത്ത് വന്ന് വണ്ടി ഒന്ന് പയ്യെ സ്ലോ ചെയ്ത് അവിടെ നിർത്തും. എത്രയാ ചേച്ചി റേറ്റ് അങ്ങനെ ചോദിക്കും. ഒരുപക്ഷെ ഞാനും ഇതുപോലെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ആ ഒരു സമയത്ത് ഈ റോഡുകളിൽ ഇതേപോലെ അതിക്രമണങ്ങൾ ഉണ്ടാകേണ്ടി വരും. നീ എവിടെ പോയതാന്ന് നിന്നെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. സ്ത്രീകൾ സുരക്ഷിതരാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഒരു മെട്രോ സിറ്റി എന്നുള്ള രീതിയിൽ കൊച്ചി അതിവേഗം വളരുകയാണ്. ഒപ്പം ഇവിടുത്തെ രാത്രികാല ജീവിതവും തൊഴിലും വിദ്യാഭ്യാസവും ഒക്കെയായി സ്ത്രീകൾ ഇവിടെ മുന്നേറുകയാണ്. പക്ഷെ മറുവശത്ത് കാര്യങ്ങൾ അങ്ങനെയല്ല. സ്ത്രീകൾ സുരക്ഷിതരാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കലൂരിൽ 2 സ്ത്രീകൾ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവം. ഹൃദയ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയുന്ന സാഹചര്യമാണോ നിലവിലുള്ളത്? അതെ ഹർഷ, ഇതിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒറ്റപ്പെട്ട സംഭവമല്ല. എനിക്കും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു 8:30-9 മണിയായ സമയത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന ടൈമിൽ ഇതുപോലെ തന്നെ 2 ആൺപിള്ളേർ ബൈക്കിൽ വന്നിട്ട് എവിടെയാണ് പോകുന്നത്, ഹലോ മാഡം എന്താണ് മിണ്ടാത്, ഈ രീതിയിലൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട്. അതായത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവർ ഫാസ്റ്റിൽ പോയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കും. അപ്പോൾ ബാക്കിലുള്ള ചെറുക്കൻ എന്താ അവിടെ ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് ഇതുപോലെ സംസാരിക്കും. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രതികരിക്കണോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നില്ല. അപ്പം ഞാൻ ഒന്നും മിണ്ടാതെ അവരെ മൈൻഡ് ചെയ്യാതെ പോവായിരുന്നു ചെയ്തത്. ഒരുപക്ഷെ ഞാനും ഇതുപോലെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ആ ഒരു സമയത്ത് ഈ റോഡുകളിൽ ഇതേപോലെ അതിക്രമണങ്ങൾ ഉണ്ടാകേണ്ടി വരുമായിരുന്നു. കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ ഏത് സമയത്ത് പോകുന്നു എന്നുള്ളത് ഇവിടെ വിഷയമല്ല. കാരണം നമുക്ക് ഏത് സമയത്തും പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നവരാണ്, നമുക്ക് 18 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികളാണ്. നമുക്ക് ഏത് സമയത്തും പുറത്തിറങ്ങാം, നമുക്ക് ചായ കുടിക്കാം, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണമെങ്കിൽ പോകാം. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്താണ് ഇതുപോലുള്ള വാർത്തകൾ നമ്മളെ വീണ്ടും വീണ്ടും ഭയപ്പെടുത്തുന്നത്. ഇപ്പം 4 മണിക്ക് ചായ കുടിക്കാൻ പുറത്തിറങ്ങുന്നത് എന്തിനാന്നുള്ള ചോദ്യം വരെ നമ്മൾ അധികൃതർ, അതായത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരികയാണ്. അപ്പം തെറ്റ് ചെയ്ത ആളുകളോടല്ല ചോദ്യം, നമ്മൾ പുറത്തിറങ്ങി എന്നുള്ളതാണ് വിഷയം, അല്ല നമ്മുടെ ഡ്രസ്സിംഗ് രീതിയാണ് വിഷയമായി വരുന്നത്. ഇപ്പൊ കലൂർ കൊണ്ടാണ് ആ ടൈമിൽ നിങ്ങൾ പുറത്തിറങ്ങിയത്, ആ സമയത്ത് പോകേണ്ട ആവശ്യമുണ്ടോ, വീട്ടിൽ തന്നെ ചായ വെച്ചുണ്ടാക്കിയ പോരെ, ആ രീതിയിലൊക്കെയാണ് പോകുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കലൂരിൽ നടന്ന സംഭവം പല രീതിയിൽ അത് വരുന്നുണ്ട്. ചായ കുടിക്കാൻ ഇറങ്ങിയെന്ന് പറയുന്നു, ജോലി കഴിഞ്ഞ് പോകുന്ന വഴിക്കാണെന്ന് പറയുന്നു. കൊച്ചിയിൽ നമുക്കറിയാം പകുതിയും ഇടവഴികളാണ്. നമ്മളൊക്കെ താമസിക്കുന്നത് അത്ര കറക്റ്റ് ഒരു ഹൈവേയോട് ചേർന്നൊന്നും ആയിരിക്കത്തില്ല. ചെറിയ ചെറിയ ഇടവഴികളിലൊക്കെ ആയിരിക്കാം നമ്മൾ താമസിക്കുന്ന സ്പേസ് ഉണ്ടാവും. അപ്പം ഇപ്പം നേരത്തെ ഹൃദയ പറഞ്ഞതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. നമ്മൾ എത്രത്തോളം പുറത്ത് നമ്മൾ ഭയങ്കര ധൈര്യശാലികളായിട്ടാണ് പോകുന്നതെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകും. ഇനി എന്തെങ്കിലും നമ്മൾ അതിക്രമങ്ങൾ നേരിടേണ്ടി വരുമോ? നമ്മൾ അത്രയും കരുതലോടെയാണ് നമ്മൾ ഓരോ രാത്രിയും നടന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് ഇൻസിഡൻറ്റ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കൊച്ചിയിൽ ഇപ്പോൾ ഈ രാത്രിയിൽ പിങ്ക് പോലീസിൻ്റെ വണ്ടികൾ നമുക്ക് ചുറ്റും പോകുന്നുണ്ട്. രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇപ്പം മറൈൻ ഡ്രൈവ് അതുപോലെ ഉള്ള ഈ പബ്ലിക് വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്നത് പോലെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ തന്നെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതും എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പം ഞാൻ പല ആവശ്യങ്ങൾക്ക് എൻ്റെ നാട് കണ്ണൂരാണ്. ഞാൻ കൂടുതലും രാത്രി യാത്രകൾ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ കണ്ണൂരിൽ നിന്ന് എപ്പോഴും രാവിലെ ഒരു 5 മണി അല്ലെങ്കിൽ 4 മണി സമയത്താണ് കൊച്ചിയിൽ വന്ന് ബസ് ഇറങ്ങാറുള്ളത്. കൂടുതലും എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ എൻ്റെ റൂമിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ് ബസ് നിർത്തുക. സോ ഞാൻ നടന്നാണ് റൂമിലേക്ക് മിക്കപ്പോഴും ആ സമയത്ത് പോകാറുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഭയങ്കര ഭയം, ഇരുട്ടിനെയോ അല്ലെങ്കിൽ അങ്ങനെ രാത്രികാലങ്ങളിലൊന്നും വലിയ ഭയമുള്ള ആളൊന്നും അല്ല. അത്യാവശ്യം പ്രതികരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് പല ആവർത്തി ഞാൻ നേരിട്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന പോലെ ആളുകൾ നമ്മൾ ആദ്യം ഒരു വല്ലാത്ത നോട്ടം നോക്കും, ഇതെന്താ ഈ സമയത്ത് ഈ കുട്ടി ഇവിടെ നിൽക്കുന്നത് എന്നൊരു നോട്ടം നോക്കും. അത് കഴിഞ്ഞ ശേഷം ഇവർ പയ്യെ നമ്മുടെ അടുത്ത് വന്ന് വണ്ടി ഒന്ന് പയ്യെ സ്ലോ ചെയ്ത് അവിടെ നിർത്തും. എത്രയാ ചേച്ചി റേറ്റ് അങ്ങനെ ചോദിക്കും. അപ്പം നമ്മൾ ആക്ച്വലി ഭയന്നു പോവുകയാണ്. കാരണം ഇതെന്താ ഇങ്ങനെ, നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയവരല്ല അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ എനിക്ക് ഓരോ ദിവസം ഞാൻ ഇടപ്പള്ളിയിൽ നിന്ന് ഓട്ടോ വിളിച്ച് ഞാൻ എൻ്റെ റൂമിൽ വന്ന് ഇറങ്ങുകയാണ് ലുലുവിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ അയാൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, ഞാൻ പൈസ എത്രയാണെന്ന് ചോദിക്കുമ്പം നീ എവിടെ പോയതാ, ഇപ്പോഴല്ല ഒരു 2-3 കൊല്ലം മുന്നത്തെ ഇൻസിഡൻ്റാണ് ഞാൻ പറയുന്നത്, നീ എവിടെ പോയതാന്ന് നിന്നെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ചേട്ടന് പൈസയല്ലേ വേണ്ടത്, അത് വാങ്ങിയിട്ട് ചേട്ടൻ്റെ പണിക്ക് പോയെന്ന് പറഞ്ഞ് ഞാൻ
അതാക്കും. പക്ഷെ ഞാൻ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇതെന്താ ഇവരിങ്ങനെ സംസാരിക്കുന്നത്, നമുക്ക് അങ്ങനെയല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. നമുക്ക് ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പൊ നമുക്കിത് കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഹർഷ പറഞ്ഞതുപോലെ തന്നെ ഒരു പേടി ഉണ്ടാവും. അതെ, ഈ പറയുന്നത് പോലെ എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കേണ്ടത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ കണ്ടുവരുന്ന ഒരു രീതി എന്താന്ന് വെച്ചാൽ ലഹരി ഉപയോഗം വളരെ കൂടുതലാണ് കൊച്ചിയിൽ. അത് സ്ത്രീകൾ പുരുഷന്മാരെന്ന് വേർതിരിവില്ലാതെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത് വലിയ രീതിയിൽ നമ്മുടെ ഈ ഒരു സുരക്ഷയെ ബാധിക്കുന്നുണ്ട്. കാരണം പല രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ വണ്ടി ഓടിച്ച്, നമുക്ക് ഒരു സുരക്ഷയില്ലാതെ ബൈക്കൊക്കെ ഓടിച്ച് 3-4 പേര് ഒരു വണ്ടിയിലൊക്കെ ഇരുന്ന് പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. കൂവി അലറി ബഹളം ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊച്ചിയിലെ രാത്രി കാലങ്ങളിൽ മിക്ക ആളുകളും ബൈക്കിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത്തരം ആളുകളെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാ. ഇവരൊരു ടൈം നമ്മൾ അത്രയും കരുതലോടെ ഇരുന്നില്ലെങ്കിൽ നമ്മുടെ പിന്നാലെ ഇവർ ഫോളോ ചെയ്ത് വരും. അങ്ങനത്തെ ആളുകളുണ്ട്. എനിക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊച്ചിയിൽ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ആക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പൊ നമ്മൾ ധൈര്യം സംഭരിക്കുക എന്നുള്ളതേ ഉള്ളൂ, അത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇത്തരം വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ കേട്ടതും ഇത്രയും ഭയാനകമായ ഒരു സംഭവം ആയിരുന്നില്ല, ചെറിയ ചെറിയ കേസുകളായിരുന്നു. പക്ഷെ ഇത് ജസ്റ്റ് അവർ കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തതിന് ആ പെൺകുട്ടിയെ റോഡിലിട്ട് ചവിട്ടി മുടിയൊക്കെ പിടിച്ചു വലിച്ച്, അതും ആൺകുട്ടികളും മാത്രമല്ല അതിൽ പെൺകുട്ടികളും ഉണ്ട് എന്നതാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ലഹരി ഉപയോഗമാണ് ഇതിന്റെ എല്ലാം പിന്നില്. കാരണം ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചുറ്റും നടക്കുന്ന എന്താണെന്ന് ഇവർക്കും മനസ്സിലാവത്തില്ല. അപ്പം എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെയാണ് അവരെ സംബന്ധിച്ച്. പക്ഷെ അതിനെന്തെങ്കിലും ഒരു കടിഞ്ഞാൺ ഇനിയും ഇട്ടില്ലെങ്കിൽ ഇതുപോലെ വലിയ വലിയ വാർത്തകൾ നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരുമെന്നുള്ളതാണ്. കുട്ടികളായിക്കോട്ടെ, വലിയ സ്ത്രീകളായിക്കോട്ടെ. കാരണം നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവാം. പിന്നെ നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മളൊക്കെ ചെയ്യുന്നത് അത്ര സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന ജോലിയൊന്നും ആയിരിക്കില്ല എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും ലൈഫിൽ ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്ട്രെസ്ഫുള്ളാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് കുറച്ചെങ്കിലും റിലീഫ് കിട്ടുന്ന കാര്യം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. മിക്കവരും വീടുകളിലും മറ്റ് ഉള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് അടുത്ത എന്തെങ്കിലും ചെയ്ത് തീർക്കേണ്ടവരുണ്ടാവാം. അപ്പം നമ്മൾ ഫ്രീ ആവുന്നത് ചിലപ്പോൾ 12 മണിക്കോ 3 മണിക്കോ 4 മണിക്കോ ഒക്കെ ആവാം. അപ്പം നമുക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് വീട്ടിൽ ചായ വെച്ച് കുടിക്കാൻ പറ്റില്ല, നമുക്ക് പുറത്ത് തന്നെ പോയി ചായ കുടിക്കണം. ഇപ്പൊ ഇതേപോലെ തന്നെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ, ഇപ്പം എനിക്കിപ്പോൾ രാവിലെ 9 to 5 വരെ ആണെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് അതൊരു 5 to കുറച്ച് ഒരു 8 മണി 9 മണി വരെ ആയിരിക്കും. അപ്പോൾ ഒരുമിച്ച് പുറത്ത് പോവാന്ന് പറയുമ്പോൾ ഒരു 11 മണി 12 മണി ആ ടൈം ആണല്ലേ നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതെന്താണെന്നറിയാമോ ഹൃദയ, നമ്മൾ ഈ ഒരു രാത്രി ഒരു 11 മണി 12 മണിക്ക് ശേഷം ഈ റോഡ് സൈഡിൽ നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അവിടെ നിൽക്കുന്നത് സെക്സ് വർക്കിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. കാരണം നമുക്കറിയാം കൊച്ചിയിലെ ഒരു പശ്ചാത്തലം നോക്കിയാൽ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ സെക്സ് വർക്കേഴ്സ് ഉള്ള ഒരു സിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ റോഡ് സൈഡിൽ നിൽക്കുന്നത് കൊണ്ടും കൂടിയാണ് നമ്മളും ആ ചോദ്യം നേരിടേണ്ടി വരുന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അതിനിപ്പം ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അവർക്ക് അവരുടെ തൊഴിൽ ചെയ്യണം, അതുകൊണ്ട് അവർ ചെയ്യുന്നു. പക്ഷെ ആ കണ്ണിലൂടെ നമ്മളെയും കാണുമ്പോൾ നമുക്ക് മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വേറെയാണ്. അപ്പം അത്തരത്തിൽ സ്ത്രീകള് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം കൂടി ഈ ഒരു ഘട്ടത്തിൽ നേരിടുന്നുണ്ട്. എന്ന് കാര്യം നമുക്ക് പേടിച്ച് വീട്ടിലിരിക്കാനും പറ്റത്തില്ല, ഇല്ലേ? നമുക്ക് പുറത്തു പോകണം, നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം എന്തായാലും പുതിയ സർക്കാർ അധികാരം ഏറ്റിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ലഹരി ഉപയോഗവും മറ്റ് സംഭവങ്ങൾക്കൊക്കെ അതിലൂടെ അറുതി വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും വരുന്ന ഒരു 5 വർഷത്തിനുള്ളിലെങ്കിലും കൊച്ചിയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാനും ഇത്തരം ചോദ്യങ്ങളെയും ഇത്തരം സംഭവങ്ങളെയും ഒന്നും ഫേസ് ചെയ്യാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനൊക്കെ സ്ത്രീകൾക്ക് പറ്റട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ?